ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി വളരെയേറെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള മന്ത്രിമാർ, ഒപ്പം ജനപ്രതിനിധികൾ, മേയർ, MP, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഇപ്പോഴും മന്ത്രിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും പ്രത്യേകിച്ച് പേര് പറയാതെ ഞാൻ സ്വാഗതം പറയുകയാണ്. ഇന്ന് ഈ അവസരത്തിൽ വളരെ മാനന്തവാടി, താമരശ്ശേരി രൂപതകളിൽ നിന്നടക്കം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ചിലർ ഇന്ത്യക്ക് പുറത്തു നിന്നും വളരെയേറെ പ്രതിനിധികൾ വന്നിരുന്നു. ഇന്നലെ പിതാവിന് വിട ചൊല്ലിക്കൊണ്ടുള്ള വിലാപയാത്ര നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന അത്രമാത്രം ജനസാഗരം തന്നെയായിരുന്നു. അതെല്ലാം കാണിക്കുന്നത് പിതാവിനോടുള്ള പ്രത്യേക സ്നേഹവും ആദരവുമാണ്. അതുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന, ഇന്നലെയും ഇന്നുമായി വന്നു ചേർന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ തിരുക്കർമ്മത്തിന് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും, വൈദികരെ, മേജർ സുപ്പീരിയേഴ്സ്, വികാരി ജനറൽമാർ, ബ്രദേഴ്സ്, സന്യാസിനികൾ, വളരെ പ്രത്യേകിച്ച് തൂങ്കൽ പിതാവ് 1977 സ്ഥാപിച്ച ക്രിസ്തുദാസി സമൂഹത്തിലെ എല്ലാവരെയും പ്രത്യേകമായ വിധത്തിൽ ഈ തിരുക്കർമ്മങ്ങൾ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഒരുമിച്ച് ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് പിതാവിന് നന്ദി രേഖപ്പെടുത്താം. പിതാവിന് അനുശോചനം അറിയിച്ചുകൊണ്ട് ലോകത്തിന് വിവിധ ഭാഗം, പ്രത്യേകിച്ച് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ പേർ അനുശോചന സന്ദേശം എനിക്ക് അയച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവിന് വേണ്ടി കർദിനാൾ പരോളിൻ പിതാവും, പിന്നെ കുജറോത്തി പിതാവും, നൊൻഷിയോയും, അതുപോലെ തന്നെ സഭാ നേതൃത്വത്തിൽ നിന്നുള്ളത് CBCIയിൽ നിന്ന് അതിൻ്റെ പ്രതിനിധികൾ, ലത്തീൻ സഭയ്ക്ക് വേണ്ടി കർദിനാൾ ഫിലിപ്പ് നേരി, പിന്നെ അങ്ങനെ പല പിതാക്കന്മാർ, സഭാ നേതൃത്വത്തിലുള്ളവർ, രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അടക്കം വളരെയേറെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ എല്ലാം സന്ദേശങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ഈ കുർബാന കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നതാണ്. അഭിമന്യ തൂങ്കൽ പിതാവിൻ്റെ ക്രിസ്തു ജീവിതരേഖ ഇപ്പോൾ തന്നെ ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ ജനറാളമ്മ സിസ്റ്റർ ടീന ഇപ്പോൾ തന്നെ വായിച്ചു. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ആവർത്തിക്കുന്നില്ല. പാലയിൽ തുടങ്ങി, ചങ്ങനാശ്ശേരിയിൽ ആലുവ റോമിൽ പഠിച്ച്, തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി 1956 വൈദികനായി, പിന്നീട് 42ാമത്തെ വയസ്സിൽ 1973 മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനായി, പിന്നീട് 1995 താമരശ്ശേരി രൂപതയുടെ മെത്രാനായി, 1997 തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി അഭിഷിക്തനായ തൂങ്കുഴി പിതാവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് മാനന്തവാടി, താമരശ്ശേരി, തൃശ്ശൂർ അതിരൂപതയിൽ ചെയ്തിട്ടുള്ള, CBCIക്ക് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ചെയ്തിട്ടുള്ള സേവനങ്ങൾ, സഭാ ശുശ്രൂഷ വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിന് നമ്മളിപ്പോൾ യൂക്കറിസ്റ്റോട് ചേർന്ന് യൂക്കറിസ്റ്റായി നന്ദി പ്രകാശനമായി ഈ കർത്തവ്യം ഇപ്പോൾ നിർവഹിക്കുകയാണ്. 1997 മുതലാണ് തൂങ്കൽ പിതാവ് തൃശ്ശൂരിൻ്റെ സ്വന്തമായി തീർന്നത്. ഇടയ ശുശ്രൂഷയിൽ നല്ല തഴക്കവും വഴക്കവും കൈവരിച്ചിട്ടാണ് പിതാവ് തൃശ്ശൂരിലെത്തിയത്. മലബാറിൻ്റേതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യസ്തമായ തൃശ്ശൂരിലെ സാഹചര്യങ്ങളോട് വളരെ പെട്ടെന്നാണ് പിതാവ് ഇണങ്ങിച്ചേർന്നത്. വന്നു, കണ്ടു, കീഴടക്കി. ഈ പദത്രയം തന്നെയാണ് തൂങ്കൽ പിതാവ് തൃശ്ശൂർ വന്നപ്പോഴുള്ള ലയം വ്യക്തമാക്കുന്നത്. പരസ്പരം വിട്ടുപിരിയാനാവാത്ത വിധത്തിൽ ആ ബന്ധം അത്രമേൽ ദൃഢമായിരുന്നു. ഒരേ സമയം വിശ്വാസ സമൂഹത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും മനം കവരാൻ പിതാവിന് സാധിച്ചു. 28 വർഷങ്ങൾ തുടർച്ചയായി തൂങ്കൽ പിതാവ് താമസിച്ച മറ്റൊരിടം ഈ ഭൂമിയിലില്ലെന്ന് തലൊരു അഹങ്കാരത്തോടെ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ. തൃശ്ശൂരിന് സ്വർഗം നൽകിയ വിശിഷ്ട സമ്മാനമായി മാർ തൂങ്കൽ പിതാവിനെ പ്രതി ഇവിടുത്തെ വൈദികരോടും സന്യസ്തരോടും ദൈവജനത്തോടും ഒപ്പം ഞാൻ ഈ സമയം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൻ്റെ 5ാമത്തെ മെത്രാനും പ്രഥമ മെത്രാപോലിത്തയുമായ മാർ കുണ്ടുകുളം പിതാവിൻ്റെ പിൻഗാമിയായി പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 മാർപ്പാപ്പയാൽ നിയുക്തനായ മാർ തൂങ്കൽ പിതാവ് തൻ്റെ മുൻഗാമികൾ തെളിയിച്ച വഴിയിലൂടെ ചരിച്ച് തൃശ്ശൂരിൻ്റെ ആത്മീയ സാംസ്കാരിക പൈതൃകത്തെ സമ്പന്നമാക്കി. ഔദ്യോഗിക ശുശ്രൂഷയിലായിരുന്ന 10 വർഷങ്ങളിലും തുടർന്നുള്ള 18 വർഷങ്ങളിലും തൂങ്കൽ പിതാവിനോട് തൃശ്ശൂർ അതിരൂപതയ്ക്ക്, അതിനു മുമ്പ് താമരശ്ശേരിക്കും അതിനു മുമ്പ് മാനന്തവാടിക്കും സുവിശേഷ സന്ദേശത്തിൽ അഭിമന്യ പൊരുന്നേടം പിതാവ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ളത് ദൃശ്യവും അദൃശ്യവുമായ എണ്ണമറ്റ അനുഗ്രഹങ്ങളായിരുന്നു. കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി
പിതാവ് ആരംഭിച്ച സ്ഥാപനങ്ങൾ നമ്മുടെ കൺവെട്ടത്തുണ്ട്. എന്നാൽ തൻ്റെ പ്രാർത്ഥനയാലും ആത്മീയ ഉപദേശത്താലും ദൈവവചന പ്രഘോഷണത്താലും സർവോപരി ജീവിത മാതൃകയാലും അനേകം ഹൃദയങ്ങളിൽ നിറയപ്പെട്ട കൃപാവര സമൃദ്ധിയും സുഹൃത പരിമളവും ആശ്വാസവും സന്തോഷവും കാണാമറിയത്താണെങ്കിലും യഥാർത്ഥങ്ങളാണ്. തൂങ്ങി പിതാവിൻ്റെ പിൻഗാമിയായി ഇടയ ശുശ്രൂഷ ഏറ്റെടുത്ത് എനിക്ക് പിതാവ് എന്നും മാതൃകയും പ്രചോദനവുമായിരുന്നു. പ്രതിസന്ധികളെയും സഹനങ്ങളെയും പ്രാർത്ഥനാപൂർവം പുഞ്ചിരിയോടെ തരണം ചെയ്യാനുള്ള സിദ്ധി, പ്രശാന്തവും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതുമായ അജപാലന പ്രവർത്തനങ്ങൾ, വൈദികരെയും സമർപ്പിതരെയും അൽമാരെയും സഭാപ്രവർത്തനങ്ങൾക്കായി പ്രചോദിപ്പിക്കുവാനുള്ള കഴിവ്, സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും കാത്തുസൂക്ഷിക്കുവാനുള്ള വൈഭവം തുടങ്ങി പിതാവിൻ്റെ സവിശേഷതകൾ പലതും എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങളോട് ചേർന്ന് ഞാനും എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. അഭിനന്ദ ജേക്കബ് തൂങ്കിഴി പിതാവെ, തിരിച്ചുവീട്ടാനാകാത്ത വിധം ഞങ്ങളെ കടപ്പെടുത്തി അങ്ങ് യാത്രയാകുമ്പോൾ നമ്മുടെ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം പിതാവിന് നൽകുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. നമ്മുടെ പ്രവൃത്തികളിലൂടെ ആത്യന്തിക ലക്ഷ്യം ഒരിക്കലും ലോകത്തിൻ്റെ പ്രശംസ നേടുന്നതിലല്ല, മറിച്ച് നമ്മുടെ ഗുരുവും നാഥനുമായ കർത്താവിനാൽ പ്രശംസിക്കപ്പെടുന്നതിലാണെന്ന്, നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുന്നതിലാണെന്ന് പിതാവ് ആവർത്തിച്ച് ഞങ്ങളെ പ്രബോധിപ്പിച്ചിരുന്നത് ഞങ്ങൾ ഓർക്കുന്നു. സ്വർഗത്തിൽ പിതാവിൻ്റെ പേര് എഴുതപ്പെട്ടതായി കണ്ട് പിതാവിനോടൊപ്പം സന്തോഷിക്കുവാൻ ഞങ്ങളെ ഏറെ ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കുർബാന ഓർമ്മയാചരണമാണ്. നമുക്ക് പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കാഴ്ചവസ്തുക്കളായി ഈ ബലിപീഠത്തിൽ കൃതജ്ഞതയോടെ കുർബാനയായി സമർപ്പണമായി ഞങ്ങൾ നൽകുന്നു. പിതാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അനുദിനവും ഏറ്റവും ഇഷ്ടത്തോടെ തൂങ്ങി പിതാവ് അർപ്പിച്ചിരുന്ന വിശുദ്ധ കുർബാന പിതാവെ അങ്ങേക്ക് വേണ്ടി ഞങ്ങളിതാ ഇപ്പോൾ അർപ്പിക്കുന്നു. ക്രിസ്തു, പിതാവിൻ്റെ മുദ്രാവാക്യം പോലെ ക്രിസ്തു നമ്മളിൽ രൂപപ്പെടാനും എന്നും ക്രിസ്തു ഞങ്ങളിൽ ജീവിക്കാനും തുടർന്നും പിതാവ് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. അനുശോചനത്തോടൊപ്പം നമുക്ക് പിതാവിന് ലഭിച്ചിരുന്ന നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ വലതുഭാഗത്തിന് തൂങ്ങി പിതാവിന് ഇടം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൂങ്ങി പിതാവ് അർപ്പിച്ച അതേ കുർബാന നമുക്കിപ്പോൾ തൂങ്ങി പിതാവിന് വേണ്ടി ഒന്നിച്ച് അർപ്പിക്കാം.